ഞങ്ങൾ ഈവനിങ് വാക്കിന് പോണതാണ്. ഇവിടെ ഇപ്പോൾ ഇരുട്ടായില്ല, 10 മണി ആകുമ്പോഴേക്ക് ഇരുട്ടാവണേ. അപ്പോൾ ഞങ്ങൾ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ പോവാം. ആ സൈഡിൽ കണ്ട സ്റ്റെപ്പുകളും ഈ തെളിഞ്ഞ വെള്ളം അടിപൊളി. ഇതെന്തുവാടി നാട്ടിലെ റംബൂട്ടാൻ പോലൊരു കായാണല്ലോ കൂടി കണ്ടിട്ട് ഈ മരത്തുമ്മേ. ശരിക്കും റംബൂട്ടാൻ പോലെ ഇരിക്കുന്നുണ്ട്. തിന്നുമ്പോൾ ചിലപ്പോൾ വേറെ വലുതായിരിക്കും. ആളുകൾക്ക് പോകാൻ പറ്റണത് എങ്ങനെയാ വരണേ? ഇതിലെ തന്നെ വരും. ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ഇത്രയും ഇത് റിവറിന്റെ ഇത് കാണുന്നില്ല നമ്മള് അല്ലേ? ഹോസ്പിറ്റലിന്റെ ഏരിയയിലൊന്നും ഇല്ല. കാണാൻ അത് നല്ല ഭംഗിയായിരുന്നു. പിന്നെ അങ്ങനെ ഇഷ്ടം പോലെ നല്ല സ്ഥലം. ജർമ്മനി തെരഞ്ഞെടുത്തേ ഇത് വരാൻ കാരണം എന്താ? ഇങ്ങോട്ട് വരാനോ? എൻ്റെ വീട്ടില് എൻ്റെ അപ്പന് 5 പെങ്ങന്മാരാ. അപ്പൊ അതില് ഏറ്റവും മൂത്ത ആന്റി 19 വർഷം മുമ്പ് ജർമ്മനി വന്ന. അതായത് എന്റെ അപ്പം ചെറുപ്പത്തിലായിരുന്നപ്പോഴാണ് അങ്ങനെ. പിന്നെ എന്റെ ഒരു ആന്റി സ്വിറ്റ്സർലൻഡിലുണ്ട്. അപ്പം ചെറുപ്പം മുതലേ ഈ ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഒക്കെ ഞാൻ കേട്ട് വളർന്നുകൊണ്ട് ഞാൻ +2 കഴിഞ്ഞ് നഴ്സിംഗ് കഴിഞ്ഞ് വേറെ പലരും പറഞ്ഞ് കുവൈറ്റിലോ അങ്ങനെയൊക്കെ നോക്കിക്കൂടെ. ഞാൻ അങ്ങോട്ട് ഒന്നും തിരിഞ്ഞില്ല, നേരെ നഴ്സിംഗ് കഴിഞ്ഞ് ജർമ്മനി തന്നെ ഇറങ്ങിത്തിരിക്കാറ്. പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നില്ലേ ഭാഷ? പിന്നെ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. കുറേ കഷ്ടപ്പെട്ടാണ് പഠിച്ച് പാസ്സായി ഇവിടെ എത്തിയത്. ഇപ്പൊ 3 വർഷമായില്ലേ? ഇപ്പം 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞു. എന്നോട് ഒരു കാക്ക ഇരിക്കണം. ഇന്ന് അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. ഒരു ചൂട് ഈ ആഴ്ച ഫുൾ നല്ല ചൂടാന്ന് തോന്നുന്നു. ചേച്ചി എന്തുകൊണ്ടാണ് അവിടം വിട്ട് ഇവിടോട്ട് പോണേ? എൻ്റെ സിസ്റ്ററുള്ള കാരണം. എല്ലാവരും അവരവരുടെ റിലേറ്റീവ്സും പിന്നെ ഒക്കെ ഉള്ളത് കൊണ്ട്. പിന്നെ ഞാൻ നിന്ന സ്ഥലം കാലാവസ്ഥയും ചൂടും അതൊക്കെ അല്ലേ, പോരാ ഭയങ്കര വിഷമൊക്കെ ആയിരുന്നു. എന്തുകൊണ്ട് ജർമ്മനി തെരഞ്ഞെടുത്തത് നല്ലതാ. ഇപ്പൊ ഈവൻ ഫാമിലിക്കാണെങ്കിലും ഭാവിയിൽ നമുക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ. അവിടെ ഒന്നും നമുക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇതില്ലല്ലോ. ഇന്ന് ഒരു കാലം കഴിയുമ്പോ നമുക്ക് ലൈഫ് ഇതില്ല, സ്റ്റെബിലിറ്റി ഇല്ല. നമുക്ക് എപ്പോ വേണമെങ്കിലും തിരിച്ചു പോകേണ്ടി വരും. ഇവിടെ പിന്നെ ജീവിക്കാനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്. പക്ഷെ നമ്മൾ കുറെ നാൾ നിൽക്കണ്ടേ ഇവിടെ, അതാണ് ഒരു ബുദ്ധിമുട്ട്. നമുക്ക് നമ്മൾ ആ ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് എത്തിച്ചേരാൻ കുറച്ച് കഷ്ടപ്പെടണം, കുറച്ച് ടൈം എടുക്കും. അന്ന് വെള്ളം കയറി കഴിഞ്ഞിട്ട് ഈ വെള്ളം ഇറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. സാധാരണ ഇവിടെയൊക്കെ ഒരിത്തിരി സ്പേസ് ഉണ്ട്, അതായത് നമ്മുടെ ബീച്ചിലുള്ള പോലെ ഇങ്ങനെ കല്ലായിരുന്നു. ഞങ്ങൾ ഇവിടെ
സ്ഥലമുണ്ട്, പക്ഷെ ഇപ്പം ഇവിടെ ഫുൾ വെള്ളം കൂടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റാതെ. ആ പുല്ലുമ്പത്തെ വിത്ത് എന്തോ തിന്നാന്നോണല്ലേ. ഈ സാധനങ്ങൾ അപ്പിട്ട് വെക്കുന്നതായിരിക്കും അവിടെ അല്ല. ആ ഈ റോട്ടിൽ നിറച്ച് കാഷ്ടം കാണുന്നുണ്ട്. യുറ്റങ്ങളുടെ ആയിരിക്കും. വാത്ത പോലെയൊക്കെ ഇരിക്കണ ജീവിയാന്നോണല്ലേ ഇത്, പക്ഷിയാന്നോണം. എന്തോരടി, നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ. നോക്കിയാ പുല്ലെന്തോരോ കൊത്തി തിന്നണേ. ഇവിടേക്ക് മുട്ടയിടില്ലേ, ഇവിടേക്ക് മുട്ടയിട്ട് വയ്ക്കുമായിരിക്കും ചിലപ്പോ. അമ്മീ എന്തൊരു സൗണ്ടാ. നമ്മളെ കണ്ടിട്ട് പേടിയൊന്നും ഇല്ല കേട്ടാ, പറന്നൊന്നും പോണില്ല. പുല്ല് കൊത്തി തിന്നു. ചിലപ്പോ മീനും പുല്ലൊക്കെ ആയിരിക്കും ഇതിന്റെ തീറ്റ. ദേനടി നിന്റെ അടുത്തേക്ക് വരുന്നുണ്ടത്, കൊത്താനായിട്ടാന്ന് തോന്നു പച്ച കണ്ടിട്ട്. കമ്പനികളല്ലേ മൊത്തം ഈ സൈഡില്. ഇതൊരു വലിപ്പം അതിന്. ഇതൊരു നീട്ടാലേ, ഇത്രയും വലിപ്പമുണ്ട്. ആളുകളെയൊന്നും കാണാൻ പറ്റണില്ലല്ലോ, ഫ്രണ്ടിലായിരിക്കും അല്ലേ. ഇതാ ഫ്രണ്ടിൽ, അതിവിടെ ആയിരിക്കും മണി. ഫ്രാൻസിന്റെ ആണെന്ന് തോന്നുന്നു, ഫ്രാൻസിന്റെ കൊടിയല്ലേ. കല്ലോ മെറ്റല് പോലെ എന്തോ ആണെന്ന് തോന്നുന്നല്ലേ. അങ്ങനെ എന്തോ സാധനം. എന്നാലും അതിനും എന്തൊരു വലിപ്പമല്ലേ, എന്തൊരു നീട്ടമാണ്. മേലൊരു കാറ് വെച്ചേക്കുന്നുണ്ടോ? കാറല്ലേ. ആ അതെ അതെ. ഇവിടെ വലിയൊരു ക്ലോക്ക് ഉണ്ട്, ടൈമൊക്കെ തെറ്റാണ്. ഈ സൂര്യൻ താഴണുള്ളൂ. 9 മണി കേട്ടോ, ഈ സമയം തെറ്റാണ്. അങ്ങനെ ഞങ്ങൾ കാട്ടിൽ നിന്ന് തിരിച്ച് കയറി ദേ ഞങ്ങളുടെ സ്ട്രീറ്റ് ഓട്ടോഡിൽ സ്ട്രാസേക്ക് കിടന്നു. ഞങ്ങൾക്ക് ക്ഷീണമായി നടന്നു. ആള് വന്ന് കിടക്കണ്. ഞങ്ങളുടെ വീട്ടിലാരാ വന്ന് കിടക്കണേ? ഇവിടെ ആരാ വന്ന് കിടക്കണേ? എന്തിനടി കിടക്കണ ഇവിടെ? ഒന്നാണ് ഇവിടെ കിടന്നത്.